ആധ്യാത്മിക ലോകത്തെ സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന അള്ളാഹുവിലേക്ക് അടുത്തു ജീവിച്ച വലിയ വലിയ മഹത്തുക്കൾ നുഖബാക്കളുടെ ഒരു ദിക്റുണ്ട് അസ്മാഉൽ ഹുസ്നയിലെ. ആ ഇസ്മ അത്ഭുതങ്ങളുടെ കലവറയാണ്. അത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളിൽ ഒന്ന്, ആരെങ്കിലും ആക്രമിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ, പലരുടെയും ചതിപ്രയോഗങ്ങൾ നമുക്ക് നേരെ വരികയാണെങ്കിൽ, ആ ചതിപ്രയോഗങ്ങളൊക്കെ നമ്മിലേക്ക് എത്താതെ, അവരുടെ വഞ്ചനകൾ നമ്മിലേക്ക് എത്താതെ അത് അവരിലേക്ക് തന്നെ തിരിച്ചു ചൊല്ലുകയും, ആക്രമിക്കാൻ ചൊല്ലുന്നവരെ അവർക്കെതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുകയും ചെയ്യാൻ കാരണമാകുന്ന വലിയ ദിവ്യശക്തിയുള്ള ഒരു ഇസ്മുണ്ട്. ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ ഇസ്മ ജോലിക്ക് പോകുന്നവര്, ഇന്റർവ്യൂവിന് പോകുന്നവര്, അവരൊക്കെ ഒരു കടലാസിൽ എഴുതിയിട്ട് കൊണ്ടുപോയി അന്നത്തെ ദിവസം അത് കയ്യിൽ സൂക്ഷിച്ചത് ചുമന്നുകൊണ്ട് നടന്ന് അന്നത്തെ ദിവസം അവൻ ആ ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ആദ്യത്തെ ദിവസം ജോലിക്ക് പോകുമ്പോൾ അവരുടെയൊക്കെ കണ്ണിലെ ഇവനെ ആവശ്യമുണ്ട് എന്ന രൂപത്തിലേക്ക് തോന്നിപ്പിക്കാനും ഇന്റർവ്യൂവിലൊക്കെ വലിയ വിജയം ലഭിക്കാനും കാരണമാകുന്ന ഒരു ഇസ്മാണ്. ഈ ഇസ്മ ഒരു പേപ്പറിൽ ഈ ശേഷം പറയാൻ പോകുന്ന ആ ഉപാധിയോടുകൂടെ കൃത്യമായി എഴുതി കൊണ്ടുപോയാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഇസ്മുകളെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷന്റെ ഡേറ്റ്. അപ്പൊ ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ആ ചൊവ്വാഴ്ചക്ക് മുമ്പുള്ള ഞായറാഴ്ച മാത്രമാണ്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം ബുക്ക് ചെയ്ത് വിളിക്കുന്നവർക്കാണ് നേരിട്ട് കാണാൻ സാധിക്കുക. അപ്പോ വിളിക്കുമ്പോൾ ഞായറാഴ്ച 10 മണിക്ക് തന്നെ ഒരു 12 മണിയുടെ ഉള്ളിൽ തന്നെ ഏകദേശം ആ ആഴ്ചത്തേക്കുള്ള ഫുൾ ബുക്കിംഗ് ആകുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് വിളിച്ചാലാണ് ലഭിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല ക്ഷമയോടുകൂടെ വരാൻ സാധിക്കുന്നവരാണ് വരേണ്ടത്. ചിലപ്പോൾ ഇവിടെ ചില കേസുകളുടെ ഗൗരവം അനുസരിച്ച് ചില കേസുകൾക്കൊക്കെ നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുമ്പോൾ നിങ്ങളോട് വരാൻ വേണ്ടി പറഞ്ഞ സമയത്തിൽ നിന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ വൈകാറുണ്ട്. പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ 6 മണിക്കൂറൊക്കെ വൈകിയ അനുഭവമുണ്ട്. അപ്പൊ ക്ഷമയോടുകൂടെ വരാൻ സാധിക്കുന്നവർ മാത്രമാണ് വരേണ്ടത് എന്നറിയിക്കുകയാണ്. ദൂരസ്ഥലങ്ങളിലുള്ളവരൊക്കെ വാഹനം വിളിച്ച് ഇവിടെ നിന്ന് പെട്ടെന്ന് രാത്രിയായി കഴിഞ്ഞാൽ വാഹന സൗകര്യങ്ങൾ പ്രയാസമാകുന്നത് കൊണ്ട് ആ രൂപത്തിൽ വാഹനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നതായിരിക്കും നന്നാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ
നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മളൊരു അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പവിത്രമായ 99 നാമങ്ങൾ, ആ നാമങ്ങളിലെ ഓരോ ഇസ്മുകളെ കൊണ്ടും നമ്മൾ നിരന്തരം സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നാം കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങളൊക്കെ പലരും നോട്ട് ബുക്കിലേക്ക് അത് എഴുതി വെച്ച് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഓരോ ഘട്ടങ്ങളിലും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കനുസരിച്ച് അമല് ചെയ്യുന്നവരാണെന്നറിയാം. നമ്മൾ പനി വരുന്ന സമയത്ത് മന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് മന്ത്രിച്ചു കൊടുക്കേണ്ടത്, എന്തെങ്കിലും കൊതി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് മന്ത്രിച്ചു കൊടുക്കേണ്ടത്, ഒരു പനി ഉണ്ടാകുമ്പോൾ ചരട് എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത്, എങ്ങനെയാണ് അതിലേക്ക് ഊതേണ്ടത്, അതെവിടെയാണ്, കയ്യിൽ എവിടെയാണ് കെട്ടേണ്ടത്, കഴുത്തിലാണോ കെട്ടേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഇതിനിടയ്ക്കൊക്കെ നമ്മൾ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തില് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള ഉപയോഗങ്ങളും നമ്മൾ പറയാറുണ്ട്. ഇന്ന് അതുപോലെ ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു നാമമാണ് അൽ ജബ്ബാർ എന്ന് പറയുന്ന നാമം. അൽ ജബ്ബാർ എന്ന് പറയുന്ന ഈ നാമം അത് അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഭാഗമായി വരുന്ന ഒരു വിശേഷണമാണ് ജബ്ബാർ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ഇസ്മിനെ കുറിച്ചും പറയുമ്പോൾ അതിന്റെ പ്രയോഗങ്ങൾ പറയുന്നതിന്റെ മുമ്പ് അതിന്റെ അർത്ഥവും ആ അർത്ഥം നമുക്ക് നൽകുന്ന പാഠങ്ങളും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അമല് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫലം ലഭിക്കുക. മാത്രമല്ല, ഈ വീഡിയോ കണ്ട അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും കൃത്യമായ അർത്ഥവും അതിന്റെ ആശയവും അതേപോലെ തന്നെ അതിന്റെ ഉപയോഗങ്ങളൊക്കെ എഴുതി വെക്കുന്നവരുണ്ട്. അവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഓരോ ഇസ്മുകളെ കുറിച്ചും ഇത്ര ഡീപ്പായിട്ട് സംസാരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ അമലുകളിലേക്ക് വരിക. അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഭാഗമായി വരുന്ന ഒരു ഇസ്മാണ്, ഒരു വിശേഷണമാണ് അൽ ജബ്ബാർ എന്ന് പറയുന്നത്. അള്ളാഹു റബ്ബാണ്, അള്ളാഹുവാണ്. എല്ലാ അധികാരവും അവന്റെ കരങ്ങളിലാണ്. എല്ലാം അടക്കി ഭരിക്കുന്നവൻ, പരമാധികാരി, ഏകാധിപതി എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയല്ലോ. എല്ലാം അടക്കി ഭരിക്കുന്നവൻ, പരമാധികാരി, ഏകാധിപതി എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. സമ്പൂർണനായ ജബ്ബാർ അത് അല്ലാഹു മാത്രമാണ്. വേറൊരാൾക്കും, പല ആളുകളും ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു വാദിച്ചു വന്ന പലരും ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. അവരൊക്കെ തകർന്നു പോയില്ലേ, അവരൊക്കെ നശിച്ചു പോയില്ലേ? അപ്പൊ അള്ളാഹു മാത്രമാണ് ഏകാധിപതി, അള്ളാഹു മാത്രമാണ് സമ്പൂർണാർത്ഥത്തിലുള്ള ജബ്ബാർ. അത് അള്ളാഹു മാത്രമാണ്. പ്രപഞ്ചത്തിലെ അനേകങ്ങളായി ചിതറിക്കിടക്കുന്ന ഘടകങ്ങൾ അത്രയും തന്റെ മഹത്തായ ശക്തി കൊണ്ട് ഏകീകരിച്ചു നിർത്താനും തന്റെ ഇച്ഛ നിർബന്ധപൂർവ്വം അടിമകളിൽ നടപ്പിൽ വരുത്താനും മറ്റുള്ളവരുടെ ഇച്ഛ തന്നിൽ സ്വാധീനം ചെലുത്താതിരിക്കാനും അള്ളാഹുവിന് മാത്രമാണ് കഴിയുക. എല്ലാവർക്കും അവന്റെ സഹായം ആവശ്യമായി വരുന്നതും അവന് ആരുടെ സഹായം ആവശ്യമില്ലാതെ വരുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കടുംപിടുത്തത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ അധികാര പരിധിയിൽ നിന്ന് ഒരാൾക്കും കുതറി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതുമാണ്. ഇതൊക്കെയാണ് ഈ ഒരു ഇസ്മിന്റെ ഒരു അർത്ഥതലങ്ങളും അതിന്റെ ആശയങ്ങളും ചെറിയ രൂപത്തിൽ വിശദീകരിക്കുമ്പോൾ. അപ്പൊ അല്ലാഹുവാണ് എല്ലാ അധികാരങ്ങളും. നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നമ്മളെ പലരും പല കാര്യങ്ങളും നമ്മെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മേൽ അധികാരം ചെലുത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതെല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. അപ്പൊ അടിമകളുടെ കൂട്ടത്തില്, നമ്മുടെയൊക്കെ കൂട്ടത്തില്, സൃഷ്ടികളുടെ കൂട്ടത്തില് ജബ്ബാർ എന്ന ആ ഒരു ഗുണമുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതൊക്കെ ആപേക്ഷികമാണ്. അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ട് ജബ്ബാർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥതലം മറ്റൊരു രൂപത്തിലും, മുത്തുനബി തങ്ങളിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് മറ്റൊരു രൂപത്തിലുമാണ്. മർത്യവിഭാഗത്തിൽ നിന്ന് ആരെയും അനുഗമിക്കേണ്ട ആവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗമിക്കാൻ
വിരമിക്കേണ്ട, അനുധാവനം ചെയ്യേണ്ട ആവശ്യമാണുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്യുന്നത പദവി അലങ്കരിക്കുന്നു. തന്റെ ചര്യയും സ്വഭാവവും പിന്തുടർന്ന് ജീവിക്കാൻ, ജനങ്ങളോട് ആജ്ഞാപിക്കാൻ നബിക്ക്, ഹബീബായ തങ്ങൾക്ക് അധികാരമുണ്ട്. എന്നെ പിന്തുടർന്ന് ജീവിക്കുവിൻ, എന്റെ അസ്വഹാബിനെ പിന്തുടർന്ന് ജീവിക്കുവിൻ. എന്റെ ജീവിതമാണ് അസ്വഹാബ് പകർത്തി തരുന്നത്, അതുകൊണ്ട് അവരെ പിന്തുടരുന്നത് എന്നെ പിന്തുടരുന്നത് പോലെയാണ്. നിങ്ങൾ എന്നെ പിന്തുടർന്ന് ജീവിക്കുവിൻ എന്ന് പറയാൻ അധികാരമുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ അധികാരമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റൽ അവർക്ക് ബാധ്യതയുണ്ടാകുമായിരുന്നു എന്ന്. അപ്പൊ ആദം സന്തതികളുടെ ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു അഭിമാനം പറയലല്ല, യാഥാർത്ഥ്യം പറഞ്ഞതാണ്. അപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും പിന്തുടരണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഇസ്മിൽ നിന്ന് പകർത്താനുള്ള ഒരു പാഠം കൂടെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ ഇസ്മിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ടത്? നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പാഠമാകേണ്ട ജീവിതമാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പാഠമാകേണ്ട ജീവിതമാണെന്ന് പറയുമ്പോൾ നമ്മെ മറ്റുള്ളവർ ജീവിതത്തിൽ നിന്ന് അനുധാവനം ചെയ്യണം. നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ സംസ്കാരം കണ്ട്, നമ്മുടെ നിസ്കാരങ്ങൾ കണ്ട് എനിക്കും അതുപോലെ ജീവിക്കണം, ഞാനും അതുപോലെ ജീവിച്ചാലേ എനിക്കും അതുപോലെ ഉയർച്ച ലഭിക്കുകയുള്ളൂ എന്ന് മറ്റുള്ളവർ നമ്മെ കണ്ട് നന്മയുടെ വഴിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഇസ്മ നമുക്ക് നൽകുന്ന പാഠങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അതിന്റെ അമലുകളിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ ന്യൂനതകളും അപാധകളും തിരുത്തുകയും ഉത്കൃഷ്ട സ്വഭാവങ്ങളും ഗുണങ്ങളും ഉൾക്കൊണ്ട് ധിക്കാരിയായ ഹൃദയത്തെ നിയന്ത്രിച്ച് സൂക്ഷ്മതയും അനുസരണവും നേടിയെടുക്കാൻ ഈ നാമം നമ്മോട് ആവശ്യപ്പെടുന്നു. അപ്പോ എല്ലാവിധ ന്യൂനതകളും, നമുക്ക് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകും അല്ലേ? ചില ആളുകൾക്ക് സിനിമ കാണുന്ന ഒരു ദുസ്വഭാവം ഉണ്ടാകും, ചില ആളുകൾക്ക് മദ്യപിക്കുന്ന ഒരു ദുസ്വഭാവം ഉണ്ടാകും, ചില ആളുകൾക്ക് ഹറാമുമായി ബന്ധപ്പെടുന്ന അത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരുണ്ടാകും. ഇത്തരം ആളുകൾ നമ്മുടെ ന്യൂനതകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെയെല്ലാം തിരുത്തി, അതിനെയെല്ലാം കീഴ്പ്പെടുത്തി നല്ല ഉത്കൃഷ്ട സ്വഭാവം, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തന്ന സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങളും ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുത്ത ഗുണങ്ങളും അതൊക്കെ ഉൾക്കൊണ്ട് ധിക്കാരിയായ നമ്മുടെ ഹൃദയം, ധിക്കാരിയാകും ചില സന്ദർഭങ്ങളിൽ ഹൃദയം. അങ്ങനെയാണല്ലോ ഇപ്പോഴും എത്രയോ കുടുംബങ്ങള് പരസ്പരം അകന്നു നിൽക്കുന്നത് ചില ആളുകളുടെ വാക്കുകൾ കാരണമായിട്ടാണ്, നാക്ക് കാരണമായിട്ട്. ഏതോ ഒരു സുപ്രഭാതത്തിൽ ആരോടോ പറഞ്ഞ ദേഷ്യപ്പെട്ട് സംസാരിച്ച സംസാരം കാരണം കൊണ്ട് ആ സംസാരം ഉത്ഭവിച്ചത് ഹൃദയത്തിൽ നിന്നാണ്. അപ്പൊ ആ ഹൃദയം അത് ധിക്കാരിയായി മാറും ചില സന്ദർഭങ്ങളിൽ. ആ ധിക്കാരിയായ ഹൃദയത്തെ നിയന്ത്രിച്ച് അതിനെ സൂക്ഷ്മതയും അനുസരണവും നേടിയെടുക്കാൻ ഈ നാമം, ഈ ഇസ്മ നമുക്ക് നൽകുന്ന പാഠങ്ങളിൽപ്പെട്ട ഒരു പാഠമാണത്. അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് ഈ ഇസ്മ ധാരാളമായി ഉരുവിട്ടാൽ മതി. ഈ അമൂല്യമായ ഇസ്മ, ഈ നാമം, ഈ ഇസ്മ, ഈ ജബ്ബാർ, അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മ അതിനെങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കലിനെ പതിവാക്കിയാൽ ജനങ്ങളെല്ലാം അവരെ ആദരിക്കും. ആരെങ്കിലും അയാളെ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ അവരുടെ മർദ്ദനങ്ങൾ അവരിലേക്ക് തന്നെ തിരിയുന്നതും കാണുന്നവരെല്ലാം അവർക്ക് കീഴടങ്ങുന്നതും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർക്കും ധൈര്യം വരാതിരിക്കുന്നതും സ്വന്തം കാര്യം മറന്നുകൊണ്ട് അയാളെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമുക്ക് ഈ ദുനിയാവില് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മൾ ചെയ്യുന്ന ജോലികൾക്കിടയിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കിടയിലൊക്കെ അസൂയ പൂണ്ട് വളരുന്ന എത്രയോ ആളുകളുണ്ട്. അസൂയാവാലുഹായ ആളുകള്, അസൂയക്കാർ ഒരുപാട് ആളുകളുണ്ട്. ഹസദ് എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. അവർ അത്തരം അസൂയകളിൽ നിന്ന് വലിയ വിഷമായിട്ടത് വളരും. അങ്ങനെ വിഷമായിട്ട് വളരുമ്പോ നമ്മുടെ ഒപ്പം നിൽക്കുന്ന
നോക്കുന്നവർ, നമ്മുടെ സൗഹൃദ വലയങ്ങളിലുള്ളവരൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയും ഉയർച്ചയും കണ്ട് അവരുടെ മനസ്സകങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഇത്തരം ദേഷ്യങ്ങളും അസൂയകളൊക്കെ പലപ്പോഴും നമുക്ക് അത് ഉപകാരമല്ലാത്ത രൂപത്തിൽ നമുക്ക് സംഭവിക്കും. അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാനും സാധിക്കും. അപ്പൊ അത്തരം ആളുകളുടെ പ്രയോഗങ്ങള്, അത്തരം ആളുകളുടെ മാരണ പ്രവർത്തനങ്ങള്, അത്തരം ആളുകളുടെ ആഭിചാരക്രിയകള്, അതൊക്കെ നമ്മിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കവർക്ക് ചൊല്ലാൻ കൊടുക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം ചൊല്ലാവുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മ. അൽ ജബ്ബാർ, അത് യാ എന്നുള്ള നിദാഇന്റെ അക്ഷരം കൂട്ടിയിട്ട് ഉപയോഗിച്ച് ചൊല്ലുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലമുണ്ടാകും. യാ ജബ്ബാറു യാ അല്ലാഹ്. ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ ജബ്ബാർ എന്ന ഇസ്മ യാദൽ ജലാലി വല്ലിക്റാം എന്ന ഇസ്മിനോട് ചേർത്തിയിട്ട് ചൊല്ലാൻ വേണ്ടി കൊടുക്കാറുണ്ട്. വലിയ മാറ്റങ്ങൾ അത് കാരണമായിട്ടുണ്ടാകും, ഒരുപാട് വിഷയങ്ങൾ അത് കാരണമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ നമ്മെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മെ കീഴ്പ്പെടുത്താൻ സാധിക്കാതെ ഉയർച്ചയും ഇസ്സത്തും വലിയ വളർച്ചയും ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മാണിത്. ആ കീഴ്പ്പെടുത്താൻ വരുന്നവർ താന്താങ്ങളിലേക്ക് അവർ കീഴ്പ്പെട്ട് മടങ്ങുന്നത് നമുക്ക് കാണാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ഇസ്മ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും സാധിക്കും. നമ്മുടെ ശത്രുക്കളൊക്കെ നമ്മുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി പോലും ഉണ്ടായിരിക്കില്ല. അത്രമേൽ പവിത്രമേറിയ, അത്രമേൽ ശക്തിയുള്ള ഇസ്മാണ് അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മ. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഉന്നതമായ പൊസിഷൻസുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. ഓരോ ഫേമില് ജോബ് ചെയ്യുന്നവരുടെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉള്ള ആളുകൾ. അപ്പൊ ഒരു 10-15 സ്റ്റാഫുകളുള്ള ആളുകൾ. അപ്പൊ ഇവര് ഒരു ബോസിന്റെ സ്ഥാനത്താണ്, മുതലാളിയുടെ സ്ഥാനത്ത്, അല്ലെ? ഇതെല്ലാം മേൽനോട്ടം നടത്തുന്ന സ്ഥാനത്ത്. ഇത്തരം ആളുകൾക്കൊക്കെ ഈ ഉപകാരം ചൊല്ലുന്നത് കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ളതാണ്. നമ്മളൊരു ജ്വല്ലറി നടത്തുന്നുണ്ട്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ അവർ ഒരു പൊസിഷൻ അലങ്കരിക്കുന്നവരാണ്. അവരുടെ വസ്തുക്കൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം, അവരുടെ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ മറ്റുള്ളവർ ആകർഷണീയമാകണം. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത്തരം വസ്തുക്കളും പ്രൊഡക്റ്റുകളൊക്കെ വിൽപ്പന ചെയ്യുമ്പോൾ അതിന് കൂടുതൽ മാർക്കറ്റ് ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇത് എല്ലാം അടക്കി ഭരിക്കുന്നവൻ, പരമാധികാരി, ഏകാധിപതി എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തുമ്പോൾ, നമ്മൾ സെയിൽ ചെയ്യുന്ന വസ്തുക്കൾ അവരിലേക്ക് എത്തുമ്പോൾ, നമ്മൾ നമ്മുടെ സ്റ്റാഫിലേക്ക് എത്തുമ്പോൾ അവരുടെ മനസ്സകങ്ങളൊക്കെ കീഴ്പ്പെട്ട് നമ്മിലേക്ക് അടുക്കുകയും നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുകയും നമ്മോട് വല്ലാത്ത അനുകമ്പയുണ്ടാവുകയും ഒക്കെ ചെയ്യാൻ കാരണമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്മ പതിവാക്കി ചൊല്ലുകയാണെങ്കിൽ അവർക്ക് അത്തരം ആളുകളൊക്കെ നമ്മോട് കൂടുതൽ അനുസരണയുള്ളവരായിരിക്കും. ഇപ്പൊ നമ്മൾ കൂടുതൽ വാർത്തകളൊക്കെ കാണുന്നു, ചില പ്രധാനപ്പെട്ട നമ്മുടെ ഗവൺമെന്റ് തലങ്ങളിലെ ഉന്നത സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന മിനിസ്റ്റർമാര്, അതേപോലെയുള്ള MLA-മാരൊക്കെ അവരുടെയൊക്കെ കീഴ്ഘടകങ്ങളിലുള്ള സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നൊക്കെ ചില ചതികളൊക്കെ സംഭവിക്കും, നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? ചില ചതികൾ സംഭവിക്കുന്നു. അവര് നമ്മൾ വിശ്വസിച്ച് വരുടെ ഭാഗത്തു നിന്നൊക്കെ സംഭവിക്കുന്നത്. ഇത്തരം ചതിപ്രയോഗങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ ഇസ്മ നമുക്ക് പതിവാക്കാവുന്നതാണ്. അപ്പോ അങ്ങനെയാകുമ്പോ നമ്മെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയൂല എന്നുള്ളതാണ്. ഒരാൾക്കും കഴിയൂല. ആ ചൊല്ലുന്ന ഈ ഇസ്മ പതിവാക്കുന്നയാളാണെങ്കിലോ എല്ലാവർക്കും മികച്ചു നിൽക്കുന്നവരും മറ്റുള്ളവരെയൊക്കെ കീഴടക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടത്, ഇതിന്റെ ആദത് എത്രയാണെന്നുള്ളതൊക്കെ നമ്മൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ പവിത്രമേറിയ അസ്മാഉൽ ഹുസ്നയിലെ അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിനെ 206 പ്രാവശ്യം വർഷങ്ങളോളം ചൊല്ലിക്കൊണ്ടിരുന്നാൽ അയാൾക്ക് അല്ലാഹു വിജയത്തിന്റെയും സഹായത്തിന്റെയും പൊരുളിന്റെ ചുരുളഴിച്ചു കൊടുക്കും എന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ്? ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇസ്മിനെ 206 പ്രാവശ്യം വർഷങ്ങളോളം ചൊല്ലിക്കൊണ്ടിരിക്കാൻ സാധിക്കണം. അപ്പോ വർഷങ്ങളോളം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച
തീരുമാനിച്ച് ചൊല്ലിത്തുടങ്ങിയാൽ അത് വർഷങ്ങളോളം ചൊല്ലണം എന്നുള്ള നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ വർഷങ്ങളാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പൊ അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ സകല വിജയത്തിന്റെയും സർവ്വ വിജയങ്ങളുടെയും സർവ്വ സഹായങ്ങളുടെയും അതിന്റെയൊക്കെ പൊരുളിന്റെ രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങളുടെ ചുരുളുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കും. അവരെ ഉപദ്രവിച്ചവരെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശിക്ഷ അത്തരം ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശത്രുക്കളുള്ള ആളുകളെ, മറ്റുള്ളവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ, ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരെ പലപ്പോഴും അവോയ്ഡ് ചെയ്യപ്പെടുന്നു, ഒഴിവാക്കപ്പെടുന്നു, വിജയം ലഭിക്കുന്നില്ല, വിജയം സാധ്യമാകുന്നില്ല എന്നീ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇസ്മ നമുക്ക് ഒരുപാട് വിഷയങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മൂസ എന്നും അതേപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ എന്നും പേരുമുള്ള ആളുകൾക്ക്, ഈ രണ്ടു നാമങ്ങള് പേരായിട്ടുള്ളവർക്ക് ഈ ഇസ്മ കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ളതാണ്. പതിവാക്കിയാൽ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും. പൂർണ്ണ ശുദ്ധിയോടുകൂടെ ദുൽ ജലാലി വൽ ഇക്റാം, ജബ്ബാർ എന്നീ ഇസ്മുകൾ, അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു കടലാസിൽ എഴുതിയിട്ട് കൊണ്ടുപോയി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇറങ്ങുമ്പോ യാ ജബ്ബാർ എന്ന്, അൽ ജബ്ബാർ എന്ന്, ദുൽ ജലാലി വൽ ഇക്റാം എന്നുള്ളത്, ഈ രണ്ട് ഇസ്മുകളും ഒരു കടലാസിൽ എഴുതുക, നന്നായിട്ട് മടക്കിയിട്ട് അത് നമ്മുടെ പേഴ്സിലോ മറ്റോ വെച്ച് എഴുതി കൊണ്ടുപോകുക. അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ, നമ്മുടെ ആദ്യത്തെ ദിവസം ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത്, ഇങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു അറ്റൻഷൻ നമ്മിലേക്ക് ലഭിക്കണം. അതേപോലെ തന്നെ നമ്മെ ആകർഷിക്കണം, അവരുടെ മനസ്സ് നമ്മെക്കുള്ള കീഴടങ്ങണം. ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ആ ജോബ് ലഭിക്കാനും ഇന്റർവ്യൂ ലഭിക്കാനും വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾക്ക് ഈ ഇസ്മ കടലാസിൽ എഴുതി കൊണ്ടുപോകൽ അത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ എഴുതി കൊണ്ടുപോകുമ്പോ ഈ ഇസ്മുകൾ അങ്ങനെ എഴുതി കൊണ്ടുപോയാൽ അയാള് ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ മനസ്സില്, അതേപോലെ തന്നെ അയാൾ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ ഇവരുടെ ജോലി കണ്ട് വിലയിരുത്താൻ വേണ്ടി നിൽക്കുന്ന അവിടെയുള്ള ആളുകളുടെ മനസ്സിലൊക്കെ അയാൾക്കൊരു അനുകമ്പയും അയാൾക്ക് ആ ജോലി കൊടുക്കാനുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അതാ ഇസ്മിന്റെ ഒരു പവിത്രതയാണ്. അപ്പൊ ജനദൃഷ്ടിയിൽ അവരുടെ ഗാംഭീര്യവും അവരുടെ ഭംഗിയും വർദ്ധിക്കും. കാണുന്ന ആളുകൾ മുഴുവനും അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാൻ കാരണമാകും. അതാണ് അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിന്റെ അതിശ്രേഷ്ഠമായ മഹത്വങ്ങൾ. ഈ ഇസ്മൊക്കെ എഴുതുന്ന സമയത്ത് നമ്മളിപ്പോ കടലാസിൽ എഴുതാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെ ഒരു കടലാസിലേക്ക് എഴുതുമ്പോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ, വുളൂഓടുകൂടെ ഖിബ്ലക്ക് മുന്നിട്ടിരുന്ന് വളരെ ശുദ്ധിയോടുകൂടെ വൃത്തിയോടുകൂടെ നല്ല മനസാന്നിധ്യത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ എഴുതിയാൽ, ഇത് ചെയ്യുമ്പോൾ എനിക്കിതിന് റിസൾട്ട് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടെ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലമുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ അദദ്, ഓരോ ഇസ്മുകൾക്കും ഓരോ അദദുകളുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിന്റെ അദദ് എന്ന് പറയുമ്പോൾ ഈ അദദ് കണ്ടെത്തല് അതിന് അറബിക് ന്യൂമറൽ നമ്പേഴ്സ് ഉണ്ട് ഓരോന്നിനും. അതിന്റെ ന്യൂമറിക് എന്ന് പറയുന്നത് 206 എങ്ങനെ 206? ഇപ്പോ അബ്ജദ്, ഹവ്വസ്, ഹുത്തയി, കലമൻ, സാഫസ്, ഖറശത്ത്, സഖിദ്, ലള എന്ന് പറയുന്ന ഒരു ഓർഡറിലാണ് ഇതിന്റെ അക്ഷരസംഖ്യകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അബ്ജദ് എന്ന് പറയുമ്പോൾ 4 അക്ഷരങ്ങൾ, അലിഫ്, ബാ, ജീം, ദാൽ, അത് 4 എണ്ണം. അലിഫ് എന്ന് പറയുമ്പോൾ 1, ബാ എന്ന് പറയുമ്പോൾ 2, ജീം എന്ന് പറയുമ്പോൾ 3, ദാൽ എന്ന് പറയുമ്പോൾ 4, ഹവ്വസ് എന്ന് പറയുമ്പോൾ 5, വാവ് 6, സാ 7. ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ പ്രകാരമുള്ള ആ അക്ഷരങ്ങളുടെ മൂല്യം നോക്കിയിട്ടാണ് ഓരോ ഇസ്മുകളുടെയും അദദുകൾ നമ്മൾ കണ്ടെത്താറുള്ളത്. അപ്പോൾ ഇതിന്റെ അദദ് എന്ന് പറയുന്നത്, അക്ഷരസംഖ്യ എന്ന് പറയുന്നത് 206 ആണ്. 206 എന്നുള്ളതാണ്. 206 എന്ന് പറയുമ്പോൾ ജീം 3 ആണ്. നമ്മൾ നേരത്തെ എണ്ണി അബ്ജ. അപ്പം ജീം എന്ന് പറയുന്നത് 3 ആണ്. ബാ എന്ന് പറയുന്നത് 2 ആണ്. അബ് 2 ആണ്. ഇത് നമ്മുടെ സാധാരണ ഹിജായിയായ ഹുറൂഫുകളുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കില്ലേ, അലിഫ് ബ എന്ന് പറഞ്ഞിട്ട് അലിഫ് ബ താ, അലിഫ് ബ താ
സാ ജീം ഹാ ഇങ്ങനെ പോകുന്ന റൂട്ടല്ല ഇതിന് അലിഫ് ബാ ജീം ദാൽ ഇങ്ങനെ വേറൊരു റൂട്ടിലാണ് ഇത് പോകുന്നത്. അപ്പൊ ബാ 2, പിന്നെ ജബ്ബാർ എന്ന് പറയുമ്പോൾ ജീം കഴിഞ്ഞു, ബാ കഴിഞ്ഞു, പിന്നെ അലിഫാണ്. ആ അലിഫ് 1. അപ്പൊ 1 2 3 3 3 6. ഇനി റാ എന്ന് പറയുന്നത് 200 ആണ്. അപ്പോ 206 ആണ് ഇതിന്റെ ആദത്. അപ്പോ ഇത് എഴുതുമ്പോഴുള്ള എന്താ അക്ഷരസംഖ്യയാണ്. ഓക്കെ, അപ്പൊ 206 ആണ് ഇതിന്റെ ആദത്. പിന്നെ ചില ആളുകളൊക്കെ ഇത് ഷദ് 2 ആയിട്ട് കൂട്ടുന്ന ആളുകളുണ്ട്. 2 ആയിട്ട് കൂട്ടുമ്പോ 2 2 അല്ലേ, 2 2 എത്രയായി 4. അപ്പൊ അങ്ങനെ എന്താ ഇതിന് 2 ആയിട്ട് കൂട്ടുന്ന ആൾ ഷദ് വരുന്ന സമയത്ത് അവിടെ 2 കൂടി വർദ്ധിക്കുമല്ലോ. അപ്പോ എന്താ 6 എന്നുള്ളത് ചിലപ്പോ 208 ആവും. അപ്പൊ ചിലപ്പോ ചില ഇസ്മുകളുടെ ആദത്തുകൾ നോക്കുമ്പോ 208 എന്ന് കാണും, ചിലപ്പോ 206 എന്ന് കാണും. അപ്പൊ അതില് ഒന്ന് തെറ്റ് മറ്റൊന്ന് ശരി എന്നല്ല. പലപ്പോഴും പല ആളുകളും അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമ്മോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ഷദ് വരുമ്പോ അവിടെ ബാ എന്നുള്ളത് 2 ആണല്ലോ പറഞ്ഞത്. അപ്പൊ ചില ആളുകൾ 2 ആയിട്ട് കൂട്ടും. അപ്പൊ 2 2 4. അപ്പൊ 206 എന്നുള്ളടത്തേക്ക് 2 കൂടി കൂട്ടുമ്പോ 208 ആകും. അങ്ങനെയാണത് ചില ആളുകൾ 208 എന്ന് പറയുന്നത്. ഈ ആധ്യാത്മിക വൃത്തത്തിലെ സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുന്ന, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തിട്ടില്ലാത്ത, ഹറാമുകളോട് അടുത്തിട്ടില്ലാത്ത, അള്ളാ എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുന്ന സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ മഹാന്മാരുണ്ട്, നുഖബാക്കളുണ്ട്. ആ നുഖബാക്കളുടെ ഒരു ദിക്ർ കൂടെയാണ് ഈ ഇസ്മ എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഉപാധികൾ പാലിച്ചുകൊണ്ട് ഇത് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അതൊരു സമയമൊന്നുമില്ല, അനന്തമായ കാലം ഇത് ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ ഉപരിലോകവും അധോ ലോകവും അയാൾക്ക് പാദസേവ ചെയ്യാൻ തുടങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു വിഭാഗത്തിന് അല്ലാഹു ഏൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അല്ലാഹുവിന്റെ ആ പാരമ്യതയിൽ ലയിക്കുകയും അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുകയും ചെയ്യുന്ന, തെറ്റുകളിലേക്ക് അടുക്കാതെ കഠിനമായ റിയാദകളുടെ സബര്യകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ, അത്തരം ആളുകള് അവർക്ക് സൃഷ്ടികളെ കുറിച്ചൊരു ചിന്തയുമില്ല, ഈ ഭൗതിക ലോകത്തെ കുറിച്ചൊരു ചിന്തയുമില്ല. ഈ ഇസ്മിലും അള്ളാഹുവിന്റെ ഇസ്മുകളിലും അള്ളാഹ് എന്ന ചിന്തയിൽ മാത്രം ലയിച്ച് അത്രയും മഹത്വങ്ങളുടെ ഉന്നതമായ സ്ഥാനങ്ങളിലെത്തിയ ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഒരു ആംഗ്യം കാണിച്ചാൽ മതി. അവരൊക്കെ ഒരു ആംഗ്യം കാണിച്ചാൽ തന്നെ പർവ്വതങ്ങൾ പിളരും, മതിലുകൾ തകരും. അയാൾ ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവരുടെ ആക്രമണം അവരിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള മിറാക്കിളൊക്കെ സംഭവിക്കാൻ കാരണമാകും. പക്ഷെ അതൊന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളൊന്നും അത്തരം കഠിനമായ റിയാദകളുടെ സബര്യകളിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയുന്നവരാണോ? അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ, ചെറിയ രൂപത്തിലുള്ള റിയാദ, സാധാരണക്കാർക്ക് വീട്ടാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ റിയാദ നമ്മൾ വിശദീകരിച്ചപ്പോൾ ആ റിയാദ പൂർത്തിയാക്കി വീട്ടിയവരൊക്കെയുണ്ട്. അവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത്തരം ഇസ്മുകളെ കുറിച്ചുള്ള അമലുകൾ പറയുമ്പോൾ കൃത്യമായി അത് പഠിച്ചു മനസ്സിലാക്കി ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് അത് ജീവിതത്തിലേക്ക് പകർത്താനും, നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം വരുന്ന സമയത്ത് ഇത്തരം ഇസ്മുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മക്കള് വിളിച്ചിട്ട് ഇന്നെന്റെ ജോലി നഷ്ടപ്പെട്ടു പോയി, അറബി അങ്ങനെ പറയുന്നു, ബോസ് ഇങ്ങനെ പറയുന്നു, ഇന്ന് വളരെ പ്രയാസത്തിലാണ്, 9 മണിക്കൂർ വെയിലത്താണ് ജോലി ചെയ്യുന്നത്, തലയ്ക്ക് ശക്തമായ വേദനയുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പറയുമ്പോൾ റിയാദ പൂർത്തിയാക്കി വീട്ടിയ ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇസ്മുകൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് പ്രയോഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായി ഒരൊറ്റ തവണ ഒരു ഇസ്മു വിളിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനവൻക്ക് അത്ഭുതങ്ങളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ചകളിലേക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ട് എന്നല്ല പറഞ്ഞത്, പറഞ്ഞ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച
ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്, എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല. ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അത് ഏതേത് ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വാട്സപ്പ് സ്റ്റാറ്റസിൽ നമ്മൾ അറിയിക്കും. പക്ഷെ അത് സേവ് ചെയ്തവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക. നിങ്ങൾ സേവ് ചെയ്തത് കൊണ്ട് മാത്രമായില്ല, ഇവിടെയും സേവ് ചെയ്യണം. എല്ലാവരുടെ നമ്പറും ഇവിടെ സേവ് ചെയ്യാനുള്ള സമയം ഉണ്ടാകാറില്ല. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ID കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് വാട്സപ്പ് നമ്പർ സേവ് ചെയ്യാത്തവർക്കും നമ്മെ അറിയാത്തവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതെല്ലാം ആഴ്ചകളിലാണ് ഉള്ളത് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാവിലെയും വൈകുന്നേരവും നടക്കുന്ന അസ്മാഉൽ ഹുസ്നയുടെ നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്താൽ ഒരുവിധം പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ കാരണമാകും. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.